ഹലോ ഗായ്സ്, ഇന്നത്തെ റെസ്ക്യൂ ചെങ്ങന്നൂർ ഫയർഫോഴ്സ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞിട്ട്, അവിടെയുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് കേട്ടോ, വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ റെസ്ക്യൂവിന് വേണ്ടി വന്നതാണ്. ആരെയാണ് റെസ്ക്യൂ ചെയ്യാൻ വന്നതെന്ന് ആ വീഡിയോയിൽ നോക്കിയാൽ അറിയാം. തലയിൽ ഡപ്പ കുടുങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ട് വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ ശ്വാസം മുട്ടി നടക്കുന്ന ഒരു പാവം നായയാണ്. 2 ദിവസത്തെ തിരച്ചിലിന് ശേഷം ഇവനെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ഇവൻ ഞങ്ങളെ തപ്പി നടത്തിയത് കുന്നിൻ്റെയും മലയുടെയും പുഴയുടെയൊക്കെ മുകളിലൂടെയായിരുന്നു. അപ്പം ഞങ്ങൾ റെയിൽവേ ട്രാക്കിലൂടെയും കുറേ നടക്കേണ്ടതായിട്ട് വന്നു. അത് ഈ വെയിലും കൊണ്ട് കുറേ ദൂരമാണ് ഇവൻ ഞങ്ങളെ നടത്തിച്ചത്. പിന്നീട് അവനെ കാണുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. ഞങ്ങളോടൊപ്പം റെസ്ക്യൂവിന് വന്ന 4 പേരുണ്ടായിരുന്നു. അവർ വരുന്നതും കാത്ത് ഞങ്ങൾ ഈ നായയെ കണ്ടപ്പോൾ വെയിറ്റ് ചെയ്തു. കാരണം അവരും ഞങ്ങളും ഒരുമിച്ചാണ് ഇത്ര വരെ എത്തിയത്. അതുകൊണ്ട് തന്നെ അവനെ പിടിക്കുന്ന സാഹചര്യത്തിൽ അവരും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. പുള്ളിക്കാരൻ അവിടെ കുറച്ച് നേരമൊക്കെ കിടന്ന് അവിടുത്തെ സാഹചര്യങ്ങൾ മോശമാണെന്ന് തോന്നിയപ്പോൾ ആൾ സ്ഥലം മാറിപ്പോയി. പിന്നെ അവൻ പോയ സ്ഥലത്ത് പോകുന്നത് വരെ, അവിടെ കിടക്കുന്നത് വരെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവൻ വിശ്രമിക്കാമെന്ന് കരുതി ആ പുൽമേട്ടിലൊന്ന് കിടന്നു. തക്കം പാത്തത പുറകിൽ ഞാൻ വലയുമായിട്ടുണ്ട് ഗായ്സ്. കണ്ടോ, വളരെ പെട്ടെന്ന് പതുക്കെ കുനിഞ്ഞ് ആണ് അവൻ്റെ അടുത്തേക്ക് വരുന്നത്. ചെരുപ്പ് പോലും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ചെരുപ്പ് ഊരിക്കളഞ്ഞു. കാരണം ചെരുപ്പിട്ടാൽ അവർക്ക് ശബ്ദം പെട്ടെന്ന് അറിയാൻ പറ്റും. അവനൊന്ന് തല പൊക്കിയാൽ ഞാൻ അവിടെ ഇരിക്കും. പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പതുക്കെ വന്ന ശേഷം അടുത്ത് വന്നപ്പോൾ അവന് മനസ്സിലായി. പക്ഷെ അപ്പോഴേക്കും അവനെ മനസ്സിലായി. ഒത്തിരി ദിവസത്തെ ആ ഒരു സങ്കടം മാറുന്നത് ആ ഒരൊറ്റ ദിവസത്തിലാണ്. കിട്ടി ഇതാ ഗൈസ്, ഈ വീഡിയോയിൽ നടന്നു വരുന്ന 2 പേര്, ഒന്ന് അഖിൽ ബ്രോയും തൊട്ടു പിന്നിൽ ടഫി ബ്രോയും. ഇവർ 2 പേരുമാണ് ഈ ഡോഗിനെ കണ്ടുപിടിച്ചതും ഫയർഫോഴ്സിനെ വിളിച്ചു പറഞ്ഞതും. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. അപ്പോൾ അഖിൽ ബ്രോ എന്നോടൊപ്പം സഹായിക്കാനായി എത്തി. ടഫി ബ്രോയ്ക്ക് ചെറിയൊരു പേടി. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ അടുത്ത് ആ ഒരു നല്ല കർമ്മം നിർവഹിക്കാൻ എൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി. ഡപ്പ ഊരുന്നത് കളറാവുകയും അതോടൊപ്പം തന്നെ വിളിച്ചവർക്കൊരു സന്തോഷമാകട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അവരെ കൊണ്ട് തന്നെ ആ ഒരു നമ്മൾ ഈ വിളക്കിന് തിരി കത്തിക്കുന്നത് പോലെ ഞാൻ അവരെ നിയോഗിക്കുകയായിരുന്നു. എല്ലാവരെയും അടുത്ത് കാണാനായിട്ടാണ് ഞാൻ ഇത്രയും മുമ്പിലേക്ക് ആ ഡോഗിനെ കൊണ്ടുവന്നത്. പക്ഷെ അത് നമ്മുടെ ക്യാമറമാൻ അത് ബുദ്ധിമുട്ടായി, ക്യാമറ ഫോക്കസിന് ബുദ്ധിമുട്ടായി. എങ്കിലും അദ്ദേഹം അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും അഖിൽ ബ്രോയും കൂടെയാണ് നായുടെ തലയിൽ നിന്ന് വലിച്ച് അവിടെ പോരുന്നത്. പതിവ് പോലെ ഗാലറിയിൽ ആളുകളുണ്ട്. അവരെപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവരും എക്സൈറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഓരോ അഭിപ്രായങ്ങൾ അവർ പറയുന്നത്. ഞാനിനി അഖിലിനെ പരീക്ഷിക്കുകയാണ്. അഖിൽ വിജയിച്ചു. അഖിലെ ഡപ്പ ഒരു ശേഷം ഓടി മാറി. അവനും പേടിയുണ്ടായിരുന്നു. അവനെ അങ്ങനെ സന്തോഷത്തോടു കൂടെ യാത്രയാക്കി. ഞങ്ങളെ നോക്കി നന്ദി പറയുന്ന നായ്ക്കളെ പോലെ അവൻ നിന്നിട്ടൊന്നുമില്ല. അവനൊരൊറ്റ ഓട്ടം ഓടി. എല്ലാ നായ്ക്കൾക്കും നന്ദി പറയാനായിട്ട് കഴിയണമെന്നില്ല. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. See you.